ശിവ ശിവ, നമ്മളെ പെങ്ങന്മാരെ നമുക്ക് കാണാനും പറ്റില്ലേ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഇത് അല്ല, ഇത് അജൂസ് പട്ടണം. ഞങ്ങളെല്ലാരും റബ്ബേ, ഇത് ഏതാ മാരണം? എന്റെ മുഖം ഇതുവരെ കണ്ടില്ല. എങ്ങനെ കാണാനാ? എല്ലാ ബലാലുകളും ഓന്റെ ചുറ്റല്ലേ നിക്കുന്നത്. ഇവളും ചിലമയും പ്ലിങ്. ഇതാണ് എന്റെ വൈഫ് ജിലു. അന്തം എന്ന സാധനം അടുത്ത് കൂടി പോയിട്ടില്ല. റിഷു അനക്കടക്കിളവ അന്തയില്ലാത്തത് നാറി ചിലുമ. ഈ ബോഡി മരക്കഴുതേ, ഈ കൂടെ സോംബി. അതെന്റെ കെട്ടിന് പോയി വിളിക്കടി കോഴി. എന്റെ കെട്ടിനെ തന്നെ വിളിച്ച പൂവൻ കോയി. സോംബി സോംബി സോംബി. ഡി അനക്ക് കുറച്ച് ഇളക്കം കൂടി കിട്ട ഹംക്കെ എന്ന് പറഞ്ഞ് റിഷോളം മുടി പിടിച്ച് വലിച്ചു. ഓൺ ദി സ്പോട്ടിൽ ജിലു അവന്റെ കഴുത്തിൽ നോക്കി ഒരടാർ കടി കൊടുത്തു. അയ്യോ, ബിയ മലയാളം പഠിച്ചിറങ്ങിയ പ്രേതം ജിലുവിന്റെ മേത്ത് കേറിയേ എന്ന് പറഞ്ഞ് അജു പരക്കം ഭയം തുടങ്ങി. അതിന്റെ ബൈക്കിൽ അയ്യോ അയ്യോ ബിയ മലയാളം പ്രേതം എന്ന് പറഞ്ഞ് മീനു ഷാദി സച്ചു ഓടാനും തുടങ്ങി. റബ്ബേ, എല്ലാവർക്കും പേളകിയോ? ഇവരുടെ പൊട്ടങ്ങളി കണ്ട് നമ്മളൊരു ചിരിയേന്. അതിന്റെ ബാക്കിൽ എല്ലാരും ചിരിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഒക്കെ കൂളായി. നോക്ക് ജിതു, ഇതാണ് എന്റെ വൈഫ് ജിലു. അന്തം എന്ന പക്ഷെ പറയുന്നതിനിടയ്ക്ക് ജിതു കയറി കൈ കൂപ്പി. ഇഞ്ച ഒരു വട്ടം പറഞ്ഞതിന് ക്ഷീണം ഇതുവരെ മാറിയില്ല. അപ്പോഴാ അടുത്തത്. മതി മക്കളെ മതി. ഇത് നിങ്ങളുടെ തല്ല് കാണാനുള്ള ത്രാണിമ്മക്കില്ല. ഇനി റിബുവിന്റെ വൈഫ്. അത് കേട്ടതും റിബുവിന്റെ മൈൻഡ് പോലും വെക്കാതെ എല്ലാരെയും തട്ടിമാറ്റി ജിതുവിന്റെ അടുത്തേക്ക് പോയി. കുറെ നേരം ജിതുവിന്റെ മുഖം കാണാൻ നമ്മൾ കാത്തു നിൽക്കുന്നു. ഇപ്പോഴൊരു അവസരം കിട്ടിയത്. ഓന്റെ മുഖം കണ്ടത് നമ്മൾ ഞെട്ടി ഷോക്കായി. ഓനും അതേപോലെ തന്നെ നിൽക്കുക. ഇവനോ എന്ന് നമ്മൾ അലറി ചോദിച്ചതും ഓൻ നീയോ എന്ന് എന്നോടും ചോദിച്ചു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? റിബു ഇല്ല, ഞാൻ ഇവന്റെ ചെറുപ്പത്തിലൊരു പിക്ക് നമ്മൾ എവിടെ നിന്ന് കണ്ടിനി. അതാ ഞാൻ പെട്ടെന്ന് ഇവനൊന്ന് ചോദിച്ചത്. നമ്മൾ ഓനെ നോക്കി പറഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഇളിച്ചു കൊടുത്തു. എല്ലാരും വിശ്വസിച്ച മട്ടുണ്ട്. ആ കോപ്പ് റിബു ഒഴിക്ക്. ഓൻ നമ്മളെ സംശയത്തോട് നോക്കുക. വലാല് അപ്പൊ നീ എന്തിനാ ഇവിടെ നോക്കി നീ എന്ന് ചോദിച്ചേ? റിബു റബ്ബേ, ഈ തണ്ടിക്ക് എന്തൊരു സംശയമാണ്. അതില്ലേ, ഇത് നിങ്ങളെ മാരേജ് ബുക്ക് നമുക്ക് സെൻഡ് ചെയ്തില്ലേ? അപ്പൊ നമ്മളോളെ കണ്ടില്ലേനോ? അപ്പൊ ഓളെ ഇപ്പോഴും കണ്ടപ്പോ ഷോക്കായതാ. ഓൻ വിളിച്ചിട്ട് പറഞ്ഞു. റബ്ബേ, ചെയ്ത് കൊളാക്കും. ഈ എന്തൊക്കെയാണ് പറയുന്നേ? എന്തായാലും എല്ലാരും ഉറങ്ങാൻ പോയിക്കോ. കൊറേ നേരമായല്ലോ. റിഷു എല്ലാരും അതിനെ ശരി വെച്ചു. പെട്ടെന്നാണ് കറണ്ട് വന്നത്. ഹയ്യമ്മ ഹയ്യമ്മ. ടി വിയിൽ എന്തോ സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് നോക്കി. അപ്പോഴും പ്രേതം വരുന്ന സീനായിരുന്നു. ഞങ്ങൾ ഒരൊറ്റ അലറലായിരുന്നു. ഓൺ ദി സ്പോട്ടിൽ കറണ്ടും പോയി. നമ്മൾ പേടിച്ച് റിബുവിന്റെ അടുത്തേക്ക് ഓടാൻ നിന്നതും നമ്മൾ ആരോ പോയി തട്ടി. വീയാൻ പോയ നമ്മളെ ആരോ അരയിലൂടെ കൈയിട്ട് അയാളിലേക്ക് ചേർത്തി. ആ സ്പർശനം തട്ടിയതിൽ തന്നെ മനസ്സിലാക്കും അത് ജിതു ആണെന്ന്. ഒരുപാട് ഓർമ്മകൾ തന്ന എൻ്റെ ജിതു അല്ല, അതന്ന്. ഇപ്പോൾ നമ്മളൊരാളുടെ വൈഫാണ്. നമ്മളുടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി ജിതു. ഇപ്പോൾ ആ ചാപ്റ്റർ ഓർമ്മയിലേക്ക് വരുന്നത് പോലും എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ റിബുവിനെ നഷ്ടപ്പെടുമോ എന്ന പേടി. അവനേക്കാൾ സ്നേഹം തന്നത് നീയാണ്. പക്ഷെ എന്നാലും എനിക്ക് അവനോട് കൂടുതൽ അടുപ്പം. എന്തെന്നറിയില്ല ജിതു, എനിക്കറിയില്ല എന്തിനു വന്നു ജിതു നീ വീണ്ടും എൻ്റെ ലൈഫിലേക്ക്. ഓരോന്നോർക്കുമ്പോൾ നമ്മളെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന് തോന്നൽ. പെട്ടെന്ന് ആരോ ചേറ് മറിച്ചിട്ട് സൗണ്ട് കേട്ടതും ജിതു നമ്മളെ വിട്ടു. ആരാണെന്ന് നോക്കിയപ്പോൾ നമ്മളെ കെട്ടിയനെന്ന് പറയുന്ന ചേട്ടാണ്. ഓന്റെ കണ്ണ് നമ്മളെ രൂക്ഷമായി നോക്കുന്നത് ഇരട്ടത്താണെങ്കിൽ പോലും നമ്മൾ കണ്ടു മക്കളെ കണ്ടു. റബ്ബേ, ജിതു നമ്മളെ പിടിച്ചത് കണ്ടിട്ടാ തോന്നുന്നു. കുടുങ്ങി. ചെക്കൻ കണ്ടോ ആവോ? എല്ലാവരും ഓനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഓനൊന്നും പറയാതെ റൂമിലേക്കൊരു പോക്കായിരുന്നു. നമ്മളെല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചിട്ട് അവൻ്റെ വയ്യ കോടി. റൂമിൽ ഫുള്ള് ഇരുട്ടാണല്ലോ റബ്ബേ. ഈ കോപ്പി ഇത് എവിടെ പോയി? പെട്ടെന്നാണ് ഒരു രൂപൻ ഡോറടിച്ചത്. നമ്മളൊരൊറ്റ ആർക്കലായിരുന്നു. രൂപം കണ്ടിട്ട് ഇത് റിബു അല്ല എന്ന് തോന്നൽ. ഇച്ചിരി ഹൈറ്റുള്ള ആളെ പോലെ. നമ്മുടെ റിബു സ്ലിം ബ്യൂട്ടിയാണ്. അയാൾ നമ്മളെ അടുത്തേക്ക് നടന്നു വന്ന് നമ്മൾ ധൈര്യം സംഭരിച്ച് നിന്ന് ഇവിടെ റിബു വരുമെന്ന പ്രതീക്ഷയോടെ. അല്ലാതെ നമുക്ക് ധൈര്യമൊന്നുമില്ല. പേടിച്ച് മൂത്രം വയ്ക്കാൻ മുട്ടിയിട്ട് വയ്യ റബ്ബേ. അയാളൊരു കത്തിയെടുത്ത് നമ്മുടെ അടുത്തേക്ക് നടന്നു വന്നു. അയ്യോ നമ്മളെന്നെ എന്താണ് ചെയ്തത്? പരമദ്രോഹി. എനിക്ക് ഉപ്പച്ചനെയും ഉമ്മച്ചനെയും കാണണം. എന്തിനാ കത്തിയൊക്കെ എടുക്കുന്നത്? നിങ്ങൾക്ക് റിബുവിനോട് വല്ല പകയുണ്ടെങ്കിൽ അന്ന് അവരോട് പോയി തീർക്കുക തെണ്ടികളെ. ഉമ്മ എവിടെ നമ്മൾ അലറി വിളിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന ഈ നാറിക്ക് ഒരു അനക്കവും ഇല്ല തെണ്ടി. ആ കോപ്പ് നമ്മളെ വായ കുത്തിപ്പിടിച്ച് നാറി. പെട്ടെന്ന് ആ രൂപം ആ കത്തിമ്മളെ കൈ വെച്ച് തന്നെ. കൊല്ലിവനെ എന്നൊരു കൽപ്പനയും. ആര് കൊല്ലാനാണ് പഠിച്ചോനെ ഇത് പറയുന്നേ? നിന്നോട് ഇതിനെ കൊല്ലാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ ആ രൂപം അലറിയത് നമ്മൾ ഒന്നും നോക്കില്ല. അതിൻ്റെ ഗോൾ പോസ്റ്റിനിട്ട് ഒരു ചവിട്ടങ്ങ് വെച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഈ കോപ്പ് ആരെ കൊല്ലാനാണ് പഠിച്ചോനെ പറയുന്നത്?
പടച്ചോനെ ആരെയും കാണുന്നില്ലല്ലോ, എല്ലാരും എവിടെ പോയി? അതെ, നമ്മളെവിടെയുണ്ട്? ആരെയും കാണുന്നില്ലല്ലോ. ഇക്ക് പേടിയാവുന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ട് എൻ്റെ അടുത്തേക്ക് വന്നോട്ടോ. റബ്ബേ, ആരുമില്ലേ തുണ്ടികളെ? റിബു, റിഷു, ചിലുമ്മ, മിനു, സച്ചു, അജു, ഷാദി, ജിതു എവിടെ പോയി കിടക്കാൻ നാറികളെ? നമ്മൾ പേടിച്ചൊരു പരുവമായിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കാതിൽ ആ കരച്ചിൽ കേട്ടത്. ഒരു രൂപം സോഫയിൽ കുത്തിരുന്ന് കരയുന്നു. പ്യാവം പ്രേതം കണ്ടോ, ആരെയും കാണായിട്ട് കരയുന്നത്. പാവണ്ട്, നമ്മളെ പോലെ തന്നെ വിഷമിച്ച് നിൽക്കാം. പോയി സമാധാനിപ്പിച്ചാലോ? നിങ്ങളൊക്കെ അറിയേണ്ട പ്രേതമേ, നമ്മളും ആരെയും കാണാത്ത വിഷമത്തില്ല. എല്ലാരെയും നമ്മൾ വിളിച്ചു നോക്കി, ആരും ഒരു മറുപടിയും തരുന്നില്ല.